ആഫ്രിക്കൻ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഡോക്ടർ ആറോൺ പറഞ്ഞത് ശ്രദ്ധേയമാണ്. നല്ല ലക്ഷ്യങ്ങളോടെയും ഉദ്ദേശശുദ്ധിയോടെയും പിറവിയെടുക്കുന്ന ഓരോ പ്രസ്ഥാനവും അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കും മുമ്പ് ചിലപ്പോൾ മലിനപ്പെടും, ചിലത് ലക്ഷ്യപ്രാപ്തിയിലെത്തിയ ശേഷവും. നെൽസൺ മണ്ടേലയുടെ ജീവിതാന്ത്യകാലമായപ്പോഴേക്കും പലയിടങ്ങളിൽ അഴിമതി അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അടിമുടി പൊതിഞ്ഞു. പ്രലോഭനങ്ങൾ ഭൂമിയിൽ എവിടെയും ഒരേപോലെയാണ്. സുഖസമൃദ്ധിക്ക് വേണ്ടിയും സമ്പന്നതയ്ക്ക് വേണ്ടിയുമുള്ള മനുഷ്യൻ്റെ തൃഷ്ണകൾ ഭൂമിയുള്ള കാലം വരെ തുടരും. അധികാരത്തിലെത്തിയ കറുത്ത വർഗ്ഗക്കാർ ഒരു കാലത്ത് വെള്ളക്കാരുടെ ഹിതാനുസരണം മാത്രം ജീവിച്ചവരാണ്. അന്നതിൻ്റെ അസംതൃപ്തി അവർ ഉള്ളിലടക്കി. അധികാരത്തിലെത്തിയ ശേഷം കിട്ടിയ അവസരങ്ങളിലൊക്കെ അഴിമതിക്കും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി ഉപയോഗിച്ച നേതാക്കൾ സ്വയം മലിനീകരിക്കപ്പെട്ടതു തന്നെ തിരിച്ചറിഞ്ഞില്ല. അവർ അധികാരത്തെ അഴിമതിക്കും സ്വാർത്ഥ നേട്ടങ്ങൾക്കുമുള്ള ഇടവഴിയായി മാത്രം കണ്ടു. ഈ ആറോൺ പറഞ്ഞതുപോലെ തന്നെ ഈ ദക്ഷിണാഫ്രിക്കയിലെ അധികാര രാഷ്ട്രീയത്തിൽ നെൽസൺ മണ്ടേലയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും പലതരത്തിലുള്ള വളരെ പ്രശംസനീയമായ മുന്നേറ്റങ്ങൾ നടത്തുന്നതിൻ്റെ സൂചനകൾ ആദ്യഘട്ടത്തിൽ കാണുകയും അധികാരത്തിൽ മുന്നോട്ട് തുടർന്നു കഴിഞ്ഞപ്പോൾ അധികാരത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പലതരത്തിലുള്ള തദ്ദേശീയർക്ക് വേണ്ടിയുള്ള പല നടപടികളും സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ നെൽസൺ മണ്ടേലയുടെ പിൻഗാമികളായി വന്ന ചില നേതാക്കൾ അഴിമതിയെ യഥാർത്ഥത്തിൽ ദേശസാൽക്കരിക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അല്ലെങ്കിൽ അധികാര ലബ്ധി അവർ അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും ഉപയോഗിച്ചത്. 1963 നെൽസൺ മണ്ടേലയെ ജയിലിലടയ്ക്കുന്നത്. അദ്ദേഹം ജയിലിനകത്ത് നിന്ന് ജനങ്ങൾക്ക് നൽകിയ സന്ദേശം, അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളോട് സംവദിച്ചത് പലപ്പോഴും അവിടുത്തെ സമൂഹത്തിൽ ആകെ തന്നെ വലിയ പ്രചോദനവും വലിയ ഊർജവും കൈമാറുന്ന സംഭവമായിരുന്നു. പക്ഷേ നെൽസൺ മണ്ടേലയ്ക്കൊപ്പം നിന്ന ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ ഏറ്റവും അധികം നെൽസൺ മണ്ടേലയെ വേദനിപ്പിച്ചതെന്ന് തോന്നുന്നു. കാരണം സ്വന്തം പാർട്ടിയും അല്ലെങ്കിൽ സ്വന്തം സ്വപ്നങ്ങളും കൺമുന്നിൽ തന്നെ മലിനപ്പെടുന്ന ദുരന്തം കാണാൻ അദ്ദേഹം വിധിക്കപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. ജയിലറയ്ക്കുള്ളിൽ നിന്ന് മണ്ടേല സമരതീഷ്ണമായ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൈമാറി. ബോധയുടെ ഭരണകാലം കറുത്ത വംശജരുടെ കഷ്ടനാളുകളായി മാറുന്നതും നാം കണ്ടു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ പോലും ഈ അനീതിക്കെതിരെ പ്രതികരിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യത്വരാഹിത്യത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്നാണ് ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയം. പലതരത്തിൽ നമ്മൾ ആ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരുമാണ്. യാത്രയിൽ പല ഘട്ടങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഞങ്ങൾ തദ്ദേശീയരായ ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. അതിൽ പലതരത്തിലുള്ള പ്രൊഫഷണലുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അധ്യാപകരുണ്ട്, കലാകാരന്മാരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക എന്തുകൊണ്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളെ നേരിടുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ, മറ്റ് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ, അല്ലെങ്കിൽ മറ്റ് പല ലോകരാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചമുള്ളതാവാൻ, അല്ലെങ്കിൽ കൂടുതൽ പ്രസന്നതയുള്ളതാവാൻ തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് പലരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരേ സ്വരത്തിൽ ഞങ്ങളോട് പറഞ്ഞത് ഈ അധികാര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ തുടരുന്ന അഴിമതി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അഴിമതി നടത്തുന്നവർ സുരക്ഷിതരായി എല്ലാ രംഗത്തും രക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പുതിയ തലമുറ ഈ ഇത്തരം അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് പലപ്പോഴും അകന്നു നിൽക്കുകയും, അല്ലെങ്കിൽ അഴിമതിയോട് ആഭിമുഖ്യം പുലർത്തുന്നവർ മാത്രമാണ് ഈ അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത്. മറ്റുള്ളവർ, ഈ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവരായി മാറുന്നതും അവർ സമൂഹത്തിന് വിപത്തുണ്ടാകുന്ന തരത്തിൽ ലഹരിക്കും മറ്റും അടിമപ്പെടുന്നതും നിലനിൽക്കുന്ന അന്തരീക്ഷത്തിലെ വലിയ അഴിമതികളും അല്ലെങ്കിൽ സ്വജനപക്ഷപാതവും കൊണ്ടാണെന്ന് പല ആൾക്കാരും ഞങ്ങളോട് പറയുകയുണ്ടായി.